ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ എൻ്റെ മക്കളുടെ നിർബന്ധത്തിന് എടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ അവരിങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ട് അവർക്കത് കുറേ ആയി എന്നോട് പറയുന്നു ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ എടുക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പം ഞാനിതാ ഇവർക്ക് 2 പേർക്കും നൂഡിൽസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സാധാ മാഗി അല്ല കേട്ടോ ഇത്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഇപ്പോൾ നൂഡിൽസ് മാത്രം അങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ. പിന്നെ നമ്മൾ മസാലയൊക്കെ വെച്ചിട്ട് അങ്ങനെ തയ്യാറാക്കുമല്ലോ, അങ്ങനെയുള്ള നൂഡിൽസാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റായി 2 പ്ലേറ്റ് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് 2 പ്ലേറ്റിലും ഒരേപോലെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോൻക്ക് നൂഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് മറ്റേ മാഗി ഇപ്പോൾ യിപ്പി നൂഡിൽസൊക്കെ നല്ല കഴിക്കും. പക്ഷേ ഇങ്ങനെ വെച്ചിട്ടുള്ള നൂഡിൽസ് നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കും കേട്ടോ അത്. അപ്പോൾ ഞാനിത് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ വെച്ചിട്ട് അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ മോൾക്ക് ഭയങ്കര താല്പര്യമില്ല നൂഡിൽസിനോടൊന്നും. അവൾ ഒരു 2 സ്പൂൺ 1 സ്പൂൺ കഴിച്ചിട്ട് പിന്നെ അവൾക്ക് മതിയാവും കേട്ടോ നൂഡിൽസ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അവൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ ദിവസം വേറൊരു ചലഞ്ച് കൂടെ വെക്കണം നൂഡിൽസ് അല്ലാണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 2 പേർക്കും ഞാൻ ഒരേ അളവിൽ തന്നെ പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. മോൾ അതിന് പറയുന്നുണ്ട് എനിക്ക് ഇത്ര വേണ്ട, കുറച്ച് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, നീ കഴിച്ചോ, ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം അവൾക്ക് ഫസ്റ്റ് വാങ്ങാമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് അവൾ പറയുന്നത്. അപ്പോൾ ഏതായാലും 2 പ്ലേറ്റിലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 2 പേര് ഇൻട്രോ പറയാണ് കേട്ടോ. അപ്പോൾ 2 പേരും എത്ര ടേക്ക് എടുത്തിട്ടും അവർക്ക് ഒരാൾ ശരിയാക്കി പറയുന്നത് മറ്റാൾ ആലോചിച്ചിട്ടാട്ടോ പറയുന്നത്. അതുകൊണ്ട് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുക, ഞാൻ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറേ ഞാൻ 1 മിനിറ്റ് ഇനി ഒന്നും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തപ്പോൾ അവർക്ക് തന്നെ മടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, ഇനി നമുക്ക് നേരെ വീഡിയോക്ക് പോകാം, ഇനിയിപ്പോൾ ഏതെങ്കിലും ചലഞ്ച് നടത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും എടുത്തതാണ്. അപ്പോൾ ഇതാണ് നൂഡിൽസ്. തുടങ്ങിക്കോളൂ. തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ടാണ് കേട്ടോ. 1 2 3 അതിലൊന്നുകൂടി. അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. പതുക്കെ കഴിച്ചാൽ മതി. അപ്പോൾ അതിനിടയിൽ മോളുടെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം അവൾ പറഞ്ഞു എനിക്ക് കുറച്ച് മതി പറഞ്ഞിട്ട് ഞാൻ അത് കുഴപ്പമില്ല അതിന് നന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് പറ്റിയിട്ടില്ല പറഞ്ഞത്. അപ്പോൾ ആ ഒരു മൂഡിലാണ് കേട്ടോ അവൾ. ഏതായാലും മോന് വലിച്ചു വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ആരെ ഫസ്റ്റ് എത്തുന്നത്. മോൻ തന്നെ ആവും ഫസ്റ്റ് എത്തുക. കാരണം അവൻ്റെ തീറ്റ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അതിനിടയിൽ മോൻക്ക് ചങ്കിൽ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളം വെക്കാൻ മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഏതായാലും ഓനൊന്ന് കുടിച്ചു. പിന്നെ ഓൻ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ ചങ്ക് കെട്ടും. കാരണം വലിച്ചു വാരിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഏതായാലും അങ്ങനെ അവരുടെ ചലഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഉച്ചത്തെ ലഞ്ച് കഴിച്ചുകൊണ്ട് വല്ലാണ്ട് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചൊരു ഈവനിങ് ആയൊരു 3 മണി 3:30 ആ ടൈമിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും മോൾക്ക് വലിയ താല്പര്യമല്ല നൂഡിൽസ് ചലഞ്ചിനോട്. അതാണ് കേട്ടോ അവൾ അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ മോൻ്റേത് ഏകദേശമൊക്കെ തീരാറായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ചും കൂടി എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവനക്ക് തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഏകദേശം തീരാറായി. മോൻ്റെതാണ് ഇതിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവനക്ക് ഇങ്ങനെ മടുത്ത് തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ വീടിൻ്റെ മുന്നിലായിട്ടാണ് അവർ നല്ല കുട്ടികളായിട്ട് ഫുഡ് കഴിക്കുന്നത്. മടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വലിയ താല്പര്യമില്ല, വല്ലാണ്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും അവൻ സ്റ്റോപ്പാക്കി കേട്ടോ. അവൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് അവൻ സ്റ്റോപ്പാക്കി കേട്ടോ. അപ്പം അവനത് അച്ഛൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മോളിതാ പതുക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്.
അപ്പോൾ കുറേ കാലമായി അവർ പറയുന്നു ഇങ്ങനെ ഒരു ചലഞ്ച് വീഡിയോ എടുക്കാമെന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടത്. അപ്പോൾ ഇത് ജയിച്ചവർക്ക് ഇന്ന സമ്മാനം അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു രസമായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ മോനക്ക് മതിയെന്ന് പറഞ്ഞ് എന്നാൽ ആയിക്കോട്ടെ മതിയെങ്കിൽ നിർത്തിക്കളയെന്ന് ഞാൻ പറഞ്ഞു. കാരണം കുത്തി കുത്തി തിന്നിട്ട് കാര്യമില്ലല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ ഏതായാലും അവൻ സ്റ്റോപ്പാക്കി. പിന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവനവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോകുന്ന പോക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് ഇപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഏതായാലും മോൻ്റേത് കഴിഞ്ഞിട്ട് അവൻ എണീറ്റു കേട്ടോ. ഇനി ഇതാ മോള് എന്താണ് മറ്റേ പ്ലേറ്റിലുള്ള ബാക്കി നൂഡിൽസിൽ നിന്ന് ചിക്കന് തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കന് ഗ്രേവി ഉള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നൂഡിൽസ്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാ മോൻ വന്നു, ജ്യൂസൊക്കെ കുടിച്ചിട്ട് മോൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അവർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ അവരെന്നെ ടാറ്റ ബൈ ബൈ പറയൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ആരാണ്? സച്ചു. അപ്പോൾ സച്ചാണ് കേട്ടോ ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ഇത് ഞങ്ങൾ വേറെ ചലഞ്ച് ആയിട്ട് ഇനി വരുന്നത്. വീഡിയോ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.